സിനിമ മനുഷ്യരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പറയുന്നവരുണ്ട്. അല്ല അങ്ങനെയില്ല, സിനിമയെ സിനിമയായി കണ്ടാൽ മതി എന്നത്. ഇതിൽ ഏത് ഭാഗത്തിൽപ്പെടും? ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് ഡെഫിനറ്റ്ലി. ഒരാളത് കിണറ്റിലേക്ക് എടുത്ത് ചാടുന്ന സീനുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാൻ നമ്മുടെ സെൻസിബിലിറ്റിക്ക് എതിരാണെങ്കിൽ ചെയ്യില്ലല്ലോ. അത് നമ്മുടെ പെർസ്പെക്റ്റീവ് നമ്മുടെ കണ്ണുപോലെ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനേക്കാളും സിനിമ മാത്രമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ റീൽസ് ആണേലും അല്ലെങ്കിൽ ഇപ്പൊ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം പണ്ട് ന്യൂസിൽ മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ അത് മൾട്ടിപ്പിൾ ടൈംസ് വീണ്ടും വീണ്ടും കാണാൻ പറ്റുന്നുണ്ട് റീലിൽ. കുറെ പേജുകളുണ്ട്. മമ്മൂക്കയും പ്രമേയത്തിൽ അഭിനയിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കാറുണ്ട് ഓരോ സീൻ ചെയ്യുന്നതും ഒക്കെ. കൂട്ടുകാരൻ ഞങ്ങളോട് വന്നിട്ട് നെയ്മർ ചെയ്തത് ഇതിന്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ്. പൂക്കാലം അത്രയും പ്രായമായിട്ട് പറ്റാത്ത ആളിന് രാജമൗലി ടീച്ചൊന്നുമല്ല, നമ്മുടെ ഒരു കുറച്ച് പരദൂഷണമൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒക്കെ ടീച്ച. ബ്രഹ്മയുഗത്തിന്റെ ആദ്യം വന്ന പോസ്റ്റർ അതാണ്. അതായത് സിനിമയ്ക്ക് കിട്ടിയ ഹൈപ്പ് കിട്ടുന്നത് ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്നാണ്. അതിൽ മമ്മൂക്കയുടെ ഇരിപ്പ് ഭയങ്കര ഗാംഭീര്യമുള്ള ഇരിപ്പ്, പല്ലുമൊക്കെ ഭയങ്കര എവിഡന്റ് ആയിട്ടൊക്കെ കാണുമല്ലോ. അപ്പൊ തന്നെ ഇത് എന്തോ വൻ സംഭവമാണ്. അപ്പൊ അതിന്റെ ക്രിയേറ്റർ എന്ന രീതിയിൽ, നിങ്ങളുടെ മൊത്തം ടീമാണ് അതിന്റെ ക്രിയേറ്റർ എന്ന രീതിയിൽ, ഡയറക്ടറുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഔട്ട്ലൈൻ ഉണ്ടാവുമല്ലോ. അതായത് പുറത്ത് വരുമ്പോൾ ഇത് ഇങ്ങനെയാണ് ഈ സാധനം വേണ്ടതെന്ന്. എന്തായിരുന്നു അത്? ഇല്ല, നമുക്ക് ആദ്യമേ കഥ പറഞ്ഞതിനുണ്ടായി, പരിപാടി മൊത്തം പറഞ്ഞതിനുണ്ടായി, ഇതിനെങ്ങനെ ബ്രാൻഡ് ചെയ്യാമെന്ന് നിങ്ങൾ ഡിസിഷൻ എടുത്തോ എന്ന് പറഞ്ഞു. അത് ചെയ്ത് വന്നപ്പം എനിക്ക് ആദ്യം തൊട്ടേ മമ്മൂക്കനെ അങ്ങനെ കാണിക്കണമെന്നുണ്ടായിരുന്നു. അത് എന്താണ് എലമെന്റ്സ്, എങ്ങനെ ഇരിക്കണം എന്നൊന്നും അറിയില്ലെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് ഇരുത്താം, ഇങ്ങനെ ഒരു ടോണാലിറ്റി, ഇങ്ങനത്തെ ലൈറ്റിംഗ്, ഇങ്ങനത്തെ ഒരു ഷോട്ടാണെന്ന് അറിയായിരുന്നു. വന്നു കഴിഞ്ഞപ്പം നമുക്ക് ഇട്ട എക്സ്പ്രഷൻസിലാണ് അത് ചേഞ്ച് ചെയ്ത് വന്നത്. ഔട്ട്ലൈൻ പിന്നെ നമ്മളത് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഇംപ്രസീവായി അങ്ങനെ ഇറക്കിയതാ. അല്ലാതെ നമ്മൾ ഫുള്ളി പ്ലാൻഡ് ആയിട്ടല്ല അത് ചെയ്തത്. ഭയങ്കര ഡൈനാമിക്കലി നമുക്ക് തന്ന കുറച്ച് എക്സ്പ്രഷനും ഇരുത്തവും. ഇപ്പൊ ആ ഇരുത്തമൊക്കെ സിനിമയില് നമുക്ക് ചെയ്യുന്നൊരു സാധനമായിരുന്നു. അതെനിക്ക് അറിയത്തില്ല, കാരണം നമുക്ക് അതേ അറിയാൻ എല്ലാം അറിയാം. ആക്ച്വലി ഇരിപ്പ് ഇരുന്ന് കാണിച്ചു കൊടുത്തത് അരുണാണോ? ഞാൻ ഇങ്ങനെ ഇരിക്കണം എന്നായിരുന്നു പറഞ്ഞേ. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരുന്നു, പക്ഷെ ഒരു സാധനം ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ വേറെ കുറെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വേറെ കുറെ ഓപ്ഷൻ ഇട്ട് അപ്പോഴാണ് ഇങ്ങനെ ഇരുന്ന് ഞാൻ ഭയങ്കര സീരിയസ് എക്സ്പ്രഷനാ പറഞ്ഞു കൊടുത്തേ. പക്ഷെ നമുക്ക് തന്ന ചിരിയൊക്കെ തന്നപ്പോ വേറെ സാധനം കിട്ടി. അപ്പൊ അതാണ് എടുത്ത് ഉപയോഗിച്ചത്. സത്യട്ടോ, അത് നമുക്ക് ഫസ്റ്റ് സിനിമയെ പറ്റി ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടുന്ന അതാണല്ലോ. അതൊരു ഭയങ്കര വലിയ റെസ്പോൺസിബിലിറ്റി അല്ലേ? ഇല്ലേ? ഒരു സിനിമയുടെ, കാരണം നമുക്ക് സിനിമയുടേതായിട്ട് ആദ്യം നമ്മളിലേക്ക് എത്തുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണല്ലോ. സത്യം, അത് ഭയങ്കര ടെൻഷനുള്ള പരിപാടിയാണ്. ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഒരു ഡയറക്ടർക്കോ ആക്ടർക്കോ ഒക്കെ ഉണ്ടാവുന്ന ടെൻഷൻ ഉണ്ടാവും. അതിപ്പോ ഒരു ഫസ്റ്റ് പോസ്റ്റർ എപ്പോഴും അതിന്റെ ബ്രാൻഡിങ്ങിനെയും ആ പടത്തിന്റെ ഒരു പരിപാടിയും റെലവെന്റ് ആയിട്ട് ബാധിക്കും. ഇപ്പൊ ലവ്ലിയുടെ പോസ്റ്റർ ഇറങ്ങിയപ്പോഴും ഭയങ്കര സ്വീകാര്യത കിട്ടിയത് ഭയങ്കര രസമുള്ള പോസ്റ്റർ ആയിരുന്നു. വിഷ്വലി ഭയങ്കര ഭംഗിയായിരുന്നു. അതുപോലെ ഇപ്പൊ എല്ലാ പടങ്ങളുടെയും ഫസ്റ്റ് സാധനം തൊട്ട് ആൾക്കാർ അതിനെ ജഡ്ജ് ചെയ്യും. ടൈറ്റിലാണെങ്കിലും ആൾക്കാർക്ക് ഫോണ്ടിങ് അറിയാം, അലൈൻമെന്റ് അറിയാം, കളേഴ്സ് എങ്ങനെ ചെയ്തേക്കുന്നത് അറിയാം, എല്ലാവർക്കും അറിയാം, ഒരുപാട് കാര്യങ്ങൾ അറിയാം. എന്റെ അപ്പൂപ്പനടക്കം റോഡിലോട്ടിച്ചേക്കുന്ന പോസ്റ്റേഴ്സിന്റെ ഫോണ്ട് അടക്കം നോക്കിയിട്ട് ഇങ്ങനെ പറയാറുണ്ട്, വായിക്കാൻ പറ്റുന്നില്ല. അത്രയും എല്ലാരും ഇപ്പം ഇതായി. അപ്പൊ നമ്മൾ അങ്ങനെ പിടിക്കാന്നുള്ള പരിപാടി ഭയങ്കര പാടാണ് പിടിക്കലല്ലേ. ശരിക്കും ഈ ആർട്ട് അല്ലെങ്കിൽ ഇപ്പൊ കുറെയൊക്കെ നമുക്ക് ബിഹൈൻഡ് ദി ക്യാമറ വർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ച് അറിയാലോ. ഇപ്പൊ ആർട്ട് ഡയറക്ടേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, കോസ്റ്റ്യൂം ഡിസൈൻ. പക്ഷെ കൂടുതൽ സംസാരിക്കാത്തൊരു ഭാഗമാണ് ഈ പോസ്റ്റ് ഡിസൈനിങ് ആളുകൾ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളാണ് നമ്മളിലേക്ക് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ സിനിമയുടെ ആദ്യത്തെ ഒരു ഫീലൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാർ. നിങ്ങൾ എങ്ങനെയാ വർക്ക് ചെയ്യുക? ഹൗ ഡു യു ഗൈസ് വർക്ക്? എപ്പോഴാണ് ഒരു സിനിമയുടെ ഭാഗമാവുക? നമ്മൾ ആദ്യം തൊട്ടേ ചിലപ്പോൾ ഭാഗമായിരിക്കും. ആ കഥ എഴുതി അവര് പിച്ച് ചെയ്യാൻ പ്രൊഡ്യൂസർ എടുത്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ പിച്ച് ഡെക്കിൽ ചിലപ്പോൾ പോസ്റ്റർ വെക്കണമെങ്കിൽ ടൈറ്റിൽ വെക്കണമെങ്കിൽ അപ്പോഴേ ഉണ്ടാവും. ചിലപ്പോൾ ആക്ടേഴ്സ്, ഇപ്പം ഞാൻ ലവ്ലിയുടെ കേസ് പറയുകയാണെങ്കിൽ ലവ്ലിയിൽ എന്നെ പടം തുടങ്ങുന്നതിന് ഒരു വർഷം മുന്നേ വിളിച്ചിട്ട് ദിലീഷ് ചേട്ടൻ ഇങ്ങനെ ഒരു കഥ ചെയ്യുന്നുണ്ട്, വേറൊരു പേരാന്ന് പറഞ്ഞ്, ഈച്ചയാണ് അതില് പ്രധാനം. പക്ഷെ വേറൊരു ഈ മറ്റേ ഈച്ച പോലെയല്ല, വേറൊരു ഫ്ലോ ആണ്, വേറൊരു പരിപാടി. കണക്ഷൻ എപ്പോഴും ഉണ്ടല്ലേ, മറ്റേ ഈച്ചയായിട്ട് കണക്ഷൻ അല്ല. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ഞാനത് ചോദിച്ചു, പക്ഷെ പറഞ്ഞപ്പോ ഭയങ്കര രസം, ഭയങ്കര കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആസ്പെക്ട്. ഓക്കെ, അതിന്റെ ടൈറ്റിൽ ചെയ്തു തുടങ്ങിക്കോന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അന്ന് അത് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. പിന്നെ പടം കുറച്ച് കഴിഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെയാണ് ഞാൻ വന്ന് പിന്നെ ഓഡീഷൻ ചെയ്തപ്പോൾ മനസ്സിലായി ഞാൻ ആ പടത്തിന് തന്നെ ഓഡീഷൻ ചെയ്തെന്നുള്ള കാര്യം. അങ്ങനെ വളരെ ഏർലിയർ സ്റ്റേജിലും ഉണ്ടാവും. പടം കഴിഞ്ഞിപ്പോ 100 ദിവസം ഓടി അതിന്റെ മൊമെന്റോ ഉണ്ടാക്കൽ വരെ ചിലപ്പോൾ നമ്മളെ വിളിച്ചേക്കാം. അങ്ങനെ ഒരു പടം തുടങ്ങി ചിലപ്പോൾ അടുത്ത 1 year സെലിബ്രേഷൻ വരെ നമ്മൾ ത്രൂ ഔട്ട് അതിന്റെ കൂടെ ഉണ്ടാവും. അതാണ് നൈസ്. ഓക്കെ, ഇപ്പൊ ലവ്ലിയുടെ പോസ്റ്റർ കാണുമ്പോൾ അതിൽ കുറെ റംബൂട്ടാൻ ഉണ്ട്, പാട്ടിലും കുറെ റംബൂട്ടാൻ കണ്ടിട്ടുണ്ട്. ഈ റംബൂട്ടാൻ അതിലൊരു ക്യാരക്ടറാണോ? ഉണ്ട് പടത്തില്. ഷൂട്ട് ചെയ്ത സ്ഥലം അല്ലെങ്കിൽ കഥ പറയുന്ന ഒരു സ്ഥലത്തിൽ കുറെ റംബൂട്ടാൻ മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ വീടുകളിലും അവിടെ ഉള്ള സ്ഥലത്തൊക്കെ റംബൂട്ടാന്റെ ഒരു പ്രസൻസ് ഉണ്ട്. അവിടെ ഒരു പോപ്പുലർ ഫ്രൂട്ടാണ് റംബൂട്ടാൻ.
അങ്ങനെ ഓക്കെ. ഇപ്പം അരുൺ പറയുന്ന ഈ ജഡ്ജ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആളുകൾ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യുന്നത് അത് ബീങ് എൻ ആക്ടർ അല്ലെങ്കിൽ ബീങ് എ പബ്ലിക് ഫിഗർ, നിങ്ങൾ ജഡ്ജ്മെന്റ്സിന് വിധേയരാണ്. അതെ, ആദ്യത്തെ സിനിമ തൊട്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാവരും ജഡ്ജ് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് ജഡ്ജ് ചെയ്യും. പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. യു ആർ ടു യങ് ഫോർ ദിസ് എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ, അഭിനയത്തിലാണെങ്കിലും ലുക്സിലാണെങ്കിലും ഒക്കെ രണ്ട് അഭിപ്രായം പറയുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഹൗ ഡു യു ഹാൻഡിൽ ഇറ്റ്? അല്ല അങ്ങനെ അല്ല, അതിപ്പോ അങ്ങനെ ഒരു പ്രായം ടു യങ് ടു ഓൾഡ് എന്നുള്ളതൊന്നും ഇല്ലാതെ എനിക്ക് തോന്നുന്നു. നമ്മള് ഇപ്പൊ ചെയ്യുന്ന ഒരു വർക്ക് ഇങ്ങനെ ആയതുകൊണ്ട് അത് പിന്നെ അല്ല, ഞാൻ ചോദിച്ചേ ഇപ്പൊ സിനിമയേക്കാൾ കൂടുതൽ ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുമ്പോ, ഇപ്പൊ ഞാൻ വീഡിയോസ് ഇന്റർവ്യൂസ് ചെയ്യുന്ന ഒരാളാണല്ലോ. എനിക്ക് ആക്ച്വലി ഇപ്പൊ ഒരു 10 കമന്റിന്റെ ഇടയിൽ 9 നല്ല കമന്റും ഒരു നെഗറ്റീവ് കമന്റും ഉണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് കമന്റ് എന്നെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതാ ഞാൻ ചോദിച്ചത്. പക്ഷെ കുറേയും കൂടെ അതിലും ഒരുപാട് ഇരട്ടിയാണ് നിങ്ങളുടെ അവസ്ഥ. അതാ ഞാൻ ചോദിച്ചത്, അത് എങ്ങനെയാ ഹാൻഡിൽ ചെയ്യാന്ന്. അല്ല അങ്ങനെയല്ല, നമ്മള് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഫാക്ട് ഉണ്ടോ അത് വാലിഡ് ആണോ എന്നുള്ളത് നോക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെന്തെങ്കിലും ഒരു കറക്ഷനോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷനോ ഉണ്ടോ എന്ന് നോക്കും. ചുമ്മാ ഒരു ആരെങ്കിലും നമ്മൾ ചുമ്മാ എന്തെങ്കിലും പറയുവാണെങ്കിൽ നമ്മൾ പോയി വിഷമിക്കില്ലല്ലോ. കാരണം അതിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിലാണല്ലോ നമ്മൾ ഹേർട്ട് ചെയ്യുള്ളൂ. അങ്ങനെ ഈ 2K കിഡ്സ് എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു ഭയങ്കര ട്രോളായി മാറിയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു രസമുള്ള 2K കിഡ്സ്, വൈബ്രന്റ്. ഇപ്പൊ അത് മാറി. അപ്പൊ ഹൗ ഡു യു ഗൈസ് ഫീൽ അബൌട്ട് ഇറ്റ്? ഞങ്ങളത് മൈൻഡ് ചെയ്യാറില്ല എന്നാണോ? അങ്ങനെ പറയരുത്. അല്ല, ഞാനങ്ങനെ സാധാരണക്കാരാണ്. ഞാൻ എന്ത് പറയാനാന്നൊക്കെ. ആഷ്ലിൻ പറ. ഞാനും സാധാരണക്കാരനാണ്. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അല്ല, ഇപ്പൊ ഈ സിനിമയുടെ ഇതിൽ എല്ലാം തിരിച്ച് സിനിമയിലേക്ക് വരുമല്ലോ. സിനിമയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് രണ്ട് ഭാഗം പറയുന്ന ആൾക്കാരുണ്ട്. സിനിമ മനുഷ്യരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പറയുന്നവരുണ്ട്. അല്ല, അങ്ങനെയില്ല, സിനിമയെ സിനിമയായി കണ്ടാൽ മതി എന്നുള്ളത്. ഇതിൽ ഏത് ഭാഗത്തിൽ പെടും നിങ്ങൾ 4 പേരും? സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ സിനിമയായിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഒരു പേജ് ഫിലിമിംഗ് എന്ന് പറഞ്ഞൊരു പേജ്, ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. എന്ത് കണ്ട് ഇൻഫ്ലുവൻസ് ആവണം, എന്ത് കണ്ട് ഇൻഫ്ലുവൻസ് ആവരുത് എന്ന് പറഞ്ഞിട്ടൊരു നമ്മളാണ്. ഒരു നല്ല പോസ്റ്റർ അത് അവര് ഇട്ടേക്കുന്നത്. സെയിം അഭിപ്രായം. ചില പടങ്ങളിപ്പം എന്താ പറയാ, ഒരാളത് കിണറ്റിലേക്ക് എടുത്ത് ചാടുന്ന സീൻ ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യാൻ നമ്മുടെ സെൻസിബിലിറ്റിക്ക് എതിരാണെങ്കിൽ ചെയ്യില്ലല്ലോ. അത് നമ്മുടെ പെർസ്പെക്റ്റീവ് നമ്മുടെ കണ്ണുപോലെ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില സിനിമകൾ നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടും. ചില മോട്ടിവേഷണൽ സിനിമ കാണുമ്പോൾ ആൾക്കാർ കമന്റ് ഒക്കെ ഇട്ട് ഞാൻ വായിച്ച് കണ്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഞാൻ മറ്റേ പൊരുതി ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറെ ഇൻസ്പയർഡ് ആയി എന്നൊക്കെ പറഞ്ഞ് ചിലവര് പക്ഷെ കുറെ ഇപ്പം എന്തെങ്കിലും പ്രശ്നമുള്ള സിനിമ കണ്ടിട്ട് അങ്ങനെ പ്രശ്നം ചെയ്യാൻ പോകുന്നും ഉണ്ടാവില്ലായിരിക്കും. അത് ഓരോ ആൾക്കാരനുസരിച്ച് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല. ഇൻഫ്ലുവൻസ് ആവരുത്, ഇൻഫ്ലുവൻസ് ആയിക്കോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. Do you have anything to add on? Yeah, I mean ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് ഡെഫിനറ്റ്ലി. എന്നാൽ അതേസമയം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പടങ്ങളിൽ കമ്പാരിറ്റീവ്ലി നേരത്തെ വെച്ച് നോക്കുമ്പോൾ വയലൻസ് കൂടുതലാണ്. ആൻഡ് ഓഡിയൻസിന് വയലൻസ് കാണാനുള്ള ടോളറൻസ് കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാ ഹ്യൂമൻസിന്റെ കോൺഷ്യസ്നസ്സിൽ മൊത്തത്തിൽ അത് കുറെ കാര്യങ്ങൾ ആക്സെപ്റ്റബിൾ ആയി. അപ്പം സൊസൈറ്റിയിലുള്ള ചേഞ്ച് പോലെ തന്നെയാണ് സിനിമയിലും വരുന്നത്. ആൻഡ് ലൈക്ക് അതിന് ഏതാണ് എന്ന് പറയാൻ പറ്റില്ല. ഇത് രണ്ടും രണ്ടും നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. ഓഡിയൻസിന് സിനിമയും ഓഡിയൻസ് എല്ലാം. നമ്മളിപ്പം റെലവെന്റ്, ഇപ്പം സൊസൈറ്റി നടക്കുന്ന റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ കാണിക്കുന്നത്. എന്നാൽ അത് തിരിച്ചുകൊണ്ട് ഇപ്പൊ നമ്മൾ ചില ഓഡ് കേസസ് ഒക്കെ കേൾക്കുമല്ലോ, ആ സിനിമയിലെ ഇതുപോലെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ. അത് പക്ഷെ അതൊക്കെ എക്സെപ്ഷൻസ് ആ. ചില ആൾക്കാരത് ഭയങ്കര ഇൻഫ്ലുവൻസ് ആയി പോകുന്നു. പിന്നെ എനിക്ക് സിനിമ മാത്രമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ റീൽസ് ആണേലും അല്ലെങ്കിൽ ഇപ്പൊ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം പണ്ട് ന്യൂസിൽ മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ അത് മൾട്ടിപ്പിൾ ടൈംസ് വീണ്ടും കാണാൻ പറ്റുന്നുണ്ട്. റീലിൽ കുറെ പേജുകൾ ഇടും. അപ്പൊ അത് കുറെ വട്ടം കാണും. അപ്പൊ അതും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സിനിമ മാത്രമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പറയുന്നത്. സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മള് വേറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ബാക്കി മീഡിയാസ് ആണേലും അവരുടെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കോണ്ടന്റ് ഒക്കെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. പിന്നെ നല്ല ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് കാർട്ടൂൺസ് പോലും നോക്കിയാലും എന്റെ ചെറുപ്പത്തിൽ കാണുന്ന പോലത്തെ കാർട്ടൂൺ അല്ല ഇപ്പത്തെ കാർട്ടൂൺ. ഭയങ്കര വ്യത്യാസമാണ്. പക്ഷെ ഇപ്പത്തെ കുട്ടികൾക്ക് അതാ ഇഷ്ടം. ഓക്കെ, ഇപ്പം ആസിഫ് അലിയുടെ ആസ് എൻ ആക്ടർ ആളുടെ സെലക്ഷൻസിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നല്ല സിനിമകളുടെ ലിസ്റ്റിൽ വന്നിട്ടുള്ള കുറച്ച് സിനിമകളിൽ ഒന്നാണ് കക്ഷി അമ്മിളിപ്പിള്ള. ഇപ്പൊ നമ്മൾ പിന്നെയും റീവാച്ച് ചെയ്യുന്ന ഒരു സിനിമയും കൂടെ ആണത്. അപ്പൊ യു ആർ ഇൻ ദറ്റ് മൂവി. എന്തെങ്കിലും ഒരു മെമ്മറി, ഒരു രസമുള്ള ഒരു മെമ്മറി ഓർത്ത് പറയോ? അയ്യോ, 7 വർഷം മുന്നേ 6-7 വർഷം മുന്നേ അത്
മെമ്മറിയോ അതിലെ അതില് അതില് സെറ്റിൽ സംഭവിച്ച ഒരു കാര്യം പറയാം. അപ്പൊ കുറെ പേര് ഇങ്ങനെ ഷൂട്ട് നടക്കുന്നു എന്ന് പറയുമ്പോ വരും. എന്നിട്ട് എന്നോട് സെൽഫി എടുക്കാവോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ഞാൻ ഇവരെന്തിനാണ് എന്നെ ആർക്കും അറിഞ്ഞൂടെ എന്തിനാ സെൽഫി എടുക്കുന്നത്. സെൽഫി എല്ലാം എടുത്തു കഴിയുമ്പോ അവര് ചോദിക്കും എന്താ പേര്. ഇങ്ങനെ സ്ഥിരമായിട്ടൊരു സംഭവം നടക്കുമായിരുന്നു. ഫോട്ടോ എടുക്കും, ഫോട്ടോ എടുത്ത് കഴിയുമ്പോ പറയുമ്പോ പേരെന്താന്ന് ചോദിക്കും. ഞാൻ പറയാം അശ്വതി. അപ്പൊ എനിക്ക് പേരറിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ, അല്ല ഇനി എങ്ങാനും ഫേമസ് ആയാലും ഇടാലോ. അങ്ങനെ എപ്പോഴും സംഭവിക്കുമായിരുന്നു. അത് പക്ഷെ ഈ പറഞ്ഞ മാതിരി അങ്ങനത്തെ കുറെ ആക്ടേഴ്സ് ഉണ്ടല്ലോ. അത് അശ്വതിയെ കണ്ടാൽ നമുക്കറിയാം ഇന്ന സിനിമകളാണെന്ന് നമുക്കറിയാം. പക്ഷെ പേര് ചിലപ്പോൾ അത്ര എവിഡന്റ് ആയിട്ട് അറിയണമെന്നില്ല. അങ്ങനത്തെ ഉണ്ടല്ലോ. ഈ ക്യാരക്ടർ വരുമ്പോ, സിനിമ വരുമ്പോ വാട്ട് ഈസ് യുവർ ക്രൈറ്റീരിയ സെലക്ട് ചെയ്യുന്നതിന്റെ, സിനിമകൾ സെലക്ട് ചെയ്യുന്നതിന്റെ? അങ്ങനെയല്ല, ഞാൻ ചോദിക്കും ഞാൻ ഓഡിഷൻ ചെയ്തോട്ടെ എന്ന്. ഓഡിഷൻ ചെയ്യും, അവര് സെലക്ട് ചെയ്യും. അതായത് ഓഡീഷൻ കാസ്റ്റിംഗ് കോൾ ഒന്നും ഇല്ലെങ്കിലും ഓഡീഷൻ അങ്ങോട്ട് ചോദിക്കോ? നമ്മളെപ്പോഴും ഞാൻ ആസ് എൻ ആക്ടർ എപ്പോഴും ഡയറക്ടേഴ്സിനോടൊക്കെ ഇപ്പൊ നമ്മൾ അറിയുമല്ലോ ഇതിലേക്ക് പ്രൊജക്ട്സ് നടക്കുന്നുണ്ട്. അപ്പൊ അവരോട് ചോദിക്കും എനിക്ക് എന്തെങ്കിലും ക്യാരക്ടറിന് ഓഡിഷൻ ചെയ്യാൻ പറ്റുമോ. ഉണ്ടെങ്കിൽ അവര് പറയും, നമ്മൾ പോയി ഓഡിഷൻ ചെയ്യും. അങ്ങനെ സെലക്ഷൻ അവിടെ നിന്നാണ് നടക്കുന്നത്. ഇവിടുന്ന് സെലക്ഷൻ നടക്കാറില്ല. ഓക്കെ. ഇപ്പൊ സപ്പോസ് അശ്വതി അങ്ങനെ ഇപ്പൊ ഒരു കാസ്റ്റിംഗ് കോൾ കണ്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൂവിയെ കുറിച്ച് അറിഞ്ഞിട്ട് അവരോട് പറയുമ്പോൾ അവർ പറയും ഏതെങ്കിലും ചെയ്തൊരു മൂവി അയച്ചു തരുമോ അല്ലെങ്കിൽ ഒരു വർക്ക് അയച്ചു തരുമോ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ എണ്ണം ഏതാ അയക്കുക? അല്ല, ഞാൻ ഷോറിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ എല്ലാ വർക്കിന്റെയും ഇതാക്കിയിട്ട് അത് അയക്കാം. അങ്ങനെയാ ചെയ്യുന്നത്. മനസ്സിലായി. അല്ല, ഞാൻ ആസ് എൻ ആക്ടർ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ചെയ്തിട്ട് ഭയങ്കര ഒരു കണ്ടന്റ് ഫീൽ തോന്നിയ ഏതാന്ന് ഞാൻ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എല്ലാവർക്കും എന്നെ ശ്രദ്ധിച്ചിട്ടുള്ളത് കേരള ക്രൈം ഫയൽസിൽ എന്റെ 1-2 സീൻസാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അതാണ് പൊതുവെ അയക്കുന്നത്. അതിന് ആക്ച്വലി അടുത്ത ഭാഗം വരുന്നില്ലേ? ഉണ്ട്. അത് എപ്പോഴത്തേക്കാ? അത് അവർ അനൗൺസ് ചെയ്യും. പക്ഷെ ഉടനെ ഉണ്ടാവും. ഷൂട്ടൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, വർക്ക് എല്ലാം കഴിഞ്ഞു. ഉടനെ റിലീസ് ചെയ്യും. ഒരു ഭാഗം കൂടി ഉള്ളൂ. അത് ഇത് KCF2 പോലെ അവരടുത്തത് അവർക്ക് കഥകളൊക്കെ ഉണ്ട്. പക്ഷെ ആ തീരുമാനങ്ങൾ എപ്പോഴും ഓരോന്നിന്റെ സക്സസ് അനുസരിച്ചിരിക്കുമല്ലോ. ട്രൂ. ഓക്കെ. ഇതേ സെയിം ചോദ്യം ഞാൻ മാത്യുവിനോട് ചോദിച്ചാൽ എന്താ പറയാ, അതായത് ഇപ്പൊ തമിഴ്ന്നും ഇപ്പൊ തെലുങ്കുന്നും ഒക്കെ ഇങ്ങനെ വിളിക്കുമല്ലോ, കോൾസ് വരുമ്പോ ഒരു വർക്ക് അയച്ചു കൊടുക്കാൻ, ഒരൊറ്റ വർക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നൊരു സിനിമ മെൻഷൻ എ മൂവി എന്ന് പറഞ്ഞാൽ ഏതാ പറയാ? ഒരു പടം എനിക്കറിയില്ല. കുമ്പളങ്ങി ഉണ്ടാവും, തണ്ണീർമത്തൻ, എല്ലാ പടവും ഞാൻ ഓർഡറിൽ പറയും. അങ്ങനെയല്ല, എല്ലാ പടവും സ്പെഷ്യലാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കുമല്ലോ അവര് വിളിച്ചിട്ടുണ്ടാവും. അങ്ങനെ വിളിക്കണമെങ്കിൽ പിന്നെ സ്റ്റോറിയിൽ അയച്ച എല്ലാം കാണും. അതെ, അതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് അത് ഉണ്ടാക്കി വെക്കുന്നത്. നൈസ് പരിപാടിയാണ്. എല്ലാരും ചെയ്യാറുണ്ട്. ഇപ്പൊ അത് ആക്ടേഴ്സ് മാത്രമല്ല, ടെക്നീഷ്യൻസ് ആയാലും അവര് ഒരു പ്രൊജക്ട് ഇട്ട് ചെയ്യുമ്പോ അവർക്ക് ഒരു ഷോറിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ ചെയ്ത വർക്ക്സിന്റെ ഒരു അക്യുമുലേഷൻ പോലെ ഒരു സാധനം. ഇപ്പം ഈ നമ്മൾ കുറെ മേക്കിംഗ് വീഡിയോസ് എല്ലാ സിനിമയൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ മേക്കിംഗ് വീഡിയോസ് വരുമല്ലോ, അതിൽ നമ്മുടെ ധനുഷ് കുറെ ധനുഷ് സർ കുറെ പഠിപ്പിക്കുന്ന വീഡിയോസ് ഉണ്ടായിരുന്നു. ഇതിൽ ആസ് എൻ ആക്ടർ നമ്മളെല്ലാവരും അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. ആസ് എ ഡയറക്ടർ താങ്കൾ മാത്രമേ ഈ കൂട്ടത്തിൽ കണ്ടിട്ടുള്ളൂ. ഹൗ വാസ് ഇറ്റ്? അത് പഠിപ്പിക്കുന്നില്ല, പുള്ളിയുടെ ജോലി ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യല്ലേ. അത് ഭയങ്കര ഫണ്ണാണ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. ഇപ്പൊ സീൻ ചെയ്യുവാണെങ്കിൽ സാർ വന്ന് സീൻ പറഞ്ഞു തരും, എന്നിട്ട് സാർ ഒന്ന് അഭിനയിച്ച് കാണിച്ചു തരും നമുക്ക്. അപ്പൊ ഇപ്പൊ 4 ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ 4 പേർക്കും ആ ക്യാരക്ടേഴ്സ് ആയിട്ട് നിന്ന് സാർ അഭിനയിച്ചാണ്. അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടറും കൂടെയാണല്ലോ. അപ്പൊ ചിലപ്പോ നമുക്ക് സീൻ നമ്മൾക്ക് നേരത്തെ തരും. അപ്പൊ നമ്മള് ചിലപ്പോ കൺസീവ് ചെയ്യുന്നതിന്റെ വേറൊരു ലെവലിലായിരിക്കും സാർ അതിനെ പ്ലേസ്. ആസ് എ ഡയറക്ടറും ആസ് എൻ ആക്ടറും ഒക്കെ അതിനെ കാണുന്നതിന് ഡീറ്റെയിൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. പിന്നെ നമ്മള് സാറ് കാണിച്ചു തന്ന പെർഫോമൻസ് ആ ലെവലിട്ട് എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും ഭയങ്കര രസമായിട്ടായിരിക്കും നമ്മുടെ തന്നെ ക്യാരക്ടർ നമ്മൾ പെർഫോം ചെയ്ത് കാണിച്ചത്. അപ്പൊ ഭയങ്കര ഫണ്ണായിരുന്നു. ഭയങ്കര ഈസി ടു വർക്ക് വിത്ത് പേഴ്സൺ ആണ്. പിന്നെ അങ്ങനെ വലിയ ബഹളമൊന്നും ഇല്ലാണ്ട് വന്ന് കാര്യം പറഞ്ഞു തന്നു. ഭയങ്കര രസമായിരുന്നു സാറിനോട്. ഹൗ വാസ് വിദ്യ ബാലൻ? അടിപൊളിയായിരുന്നു. ഇതുപോലെ തന്നെ നമുക്ക് മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടിയാണല്ലോ ആസ് എൻ ആക്ടറും ഒക്കെ. ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ഹർ? അടിപൊളി. എനിക്ക് അങ്ങനെ ഒരു 2-3 സീനൊക്കെ ആ പടത്തില് ഓവറോൾ ഉള്ളൂ. അപ്പൊ പ്രതീക് ഗാന്ധി വിദ്യാബാലനുള്ള സീൻസ് ആയിരുന്നത്. വന്നപ്പോ തന്നെ ഇങ്ങനെ ഞാനെന്തോ ചോദിക്കാനായിട്ടപ്പോ തന്നെ മലയാളിയാണോ എന്ന് ചോദിച്ചു. അതെ. പിന്നെ അങ്ങോട്ട് മലയാളത്തിലാണ് സംസാരം. ഭയങ്കര
സ്നേഹവും സംസാരമൊക്കെ. പിന്നെ ഞാൻ പ്രീമിയറിന് പോയപ്പോ ഒന്നുകൂടെ കണ്ടായിരുന്നു. അപ്പോഴും നാട്ടിലെ കുറെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞു. വേറെ ഷീസ് എ ഗ്രേറ്റ് ആക്ടർ എന്ന് തോന്നിയായിരുന്നു. ചെയ്യുന്ന സാധനങ്ങളും വായിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുന്ന ഫീഡ്ബാക്കും നമ്മളെ ഇൻവോൾവ് ചെയ്യിച്ച് എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രിസൈസ് ആയിട്ട് ഉള്ള അടിപൊളി പരിപാടികളാണ്. അത് ആണ് എനിക്ക് എക്സൈറ്റിംഗ് ആയി തോന്നിയത്. വേറെ ഒരുപാട് എനിക്ക് അറിയില്ല. ഇപ്പൊ ഈ സിനിമകളൊക്കെ ചെയ്യുമ്പോഴേ ഒരുപാട് സീനിയർ ആക്ടേഴ്സിന്റെ കൂടെ, അതായത് വെറ്ററൻ ആക്ടേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഇപ്പൊ വിജയരാഘവൻ സാറിനെ പോലെ അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ അഭിനയിക്കുമല്ലോ. ഇതിലിപ്പോ ചിലരുടെയൊക്കെ ആക്ടിങ് കാണുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കാന്ന് അറിയില്ലേ, അങ്ങനെ നിന്ന് പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവില്ലേ? പിന്നെ എനിക്ക് വിജയരാഘവൻ സാറ് അഭിനയിക്കുന്ന സാധനങ്ങളെല്ലാം അടിപൊളിയാണ്. പൂക്കാലത്തില് ഞാൻ ഞെട്ടിപ്പോയൊരു സാധനം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഗണേശേട്ടൻ്റെ അടുത്ത് ചോദിക്കുക, ഒരു മരണ സീനിൽ ഇങ്ങനെ വന്ന് ഒരു ചെയറിൽ ഇരിക്കുന്ന സീനാ. ഇരുന്ന് കഴിഞ്ഞിട്ട് ചോദിച്ച് കരയണോ എന്ന് ചോദിച്ചു. പിന്നെ കണ്ണീര് വന്ന ഏത് കണ്ണീർ കൂടെ വരണം, പിന്നെ ഇത് പിന്നെ എന്നാ ക്യാമറ അടുത്ത് വരുമ്പോ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ നമ്മൾ സൈഡിൽ നോക്കുക, പോയിരുന്ന് ക്യാമറ ഇങ്ങനെ ഇങ്ങനെ അടുത്തെത്തിയപ്പോഴത്തേക്കും കറക്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു തുള്ളി വെള്ളം ഇങ്ങനെ ഞാൻ എന്നിട്ട് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു അതെങ്ങനെ. പുള്ളി പറഞ്ഞു ഇപ്പൊ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും, എത്ര സെക്കൻഡിൽ കരയണം, എനിക്ക് ഇവിടെ ഒരു കൺട്രോൾ ഉണ്ട്, എത്ര സെക്കൻഡിൽ വെള്ളം വരണം, എത്ര തുള്ളി വരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നെ. അപ്പൊ അങ്ങനെ അത് കഴിയുമ്പോ ഇങ്ങനെ നമ്മൾ പഴയ കാര്യം ആലോചിക്കുമ്പോഴത്തേക്കും കണ്ണ് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് പോവും, റൈറ്റിലേക്ക്. പുതിയ കാര്യമാണെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ടായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ട്രെയിൻഡ് ആയി. അപ്പോ അത് പിന്നെ ഞാനും അങ്ങനെ തന്നെ ആലോചിക്കണേ, അങ്ങനെ ചെയ്യണമെന്നൊക്കെ. പക്ഷെ മറ്റേത് ത്രൂ ഔട്ട് ദി ഇയേഴ്സ് സാർ ലേൺ ചെയ്ത കുറെ സാധനങ്ങളും എക്സ്പേർട്ട് ആണല്ലോ, ഒന്നും ചെയ്യണ്ട. മമ്മൂക്കയും പ്രമേയത്തിൽ അഭിനയിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കാറുണ്ട് ഓരോ സീൻ ചെയ്യുന്നതും ഒക്കെ. അങ്ങനെ എല്ലാരും അങ്ങനെയൊക്കെ തന്നെയാണ്. മാത്യു, എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്? ഞാൻ പൂക്കാലം അത്രയും ഇത് കഴിഞ്ഞിട്ട് കൂട്ടായിട്ട് ഞങ്ങളോട് വന്നിട്ട് നെയ്മർ ചെയ്തത് ഇതിന്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ്. പൂക്കാലം അത്രയും പ്രായമായിട്ട് പറ്റാത്ത ആളിന് വന്ന് തുള്ളുക പുള്ളി. ലിറ്ററലി പുള്ളി അത്രയും എനർജി ഉള്ള ക്യാരക്ടറാ. അപ്പൊ ഞങ്ങളുടെ അടുത്ത് പൂക്കാലത്തിന്റെ കാര്യങ്ങളൊക്കെ, പൂക്കാലം എനിക്ക് അറിയാവുന്ന ആനന്ദേട്ട ക്യാമറ ഒക്കെ ചെയ്തപ്പോ എനിക്ക് അറിയാം അതിനെ പറ്റി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നെയ്മർ വന്ന് ചെയ്യുമ്പോ ഞാനിങ്ങനെ ആലോചിക്കുന്നത് അത് കഴിഞ്ഞപ്പോ തന്നെ ജോയിൻ ചെയ്ത പടമാണ് നെയ്മർ. അപ്പൊ എങ്ങനെ ഭയങ്കര പെട്ടെന്ന് സ്വിച്ച് ചെയ്തിട്ടും അത്രയും എനർജിയിൽ പെർഫോം ചെയ്ത് ഭയങ്കര ഫൺ ക്യാരക്ടറൊക്കെ അത്. അപ്പൊ അതെന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴും പുള്ളി എന്തൊക്കെയാ ഡീറ്റെയിൽ ചെയ്യുന്നതെന്നുള്ളതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഈ കരയുന്നത് അല്ലെങ്കിൽ ചിരിക്കുന്നത്, ചില സാധനങ്ങൾ നമുക്ക് എനിക്ക് ഒട്ടും ഞാൻ ചെയ്തിട്ട് ശരിയാവണമല്ലോ, ഞാനിതിൽ കുറച്ചുകൂടെ ബെറ്റർ ആവണല്ലോ എന്ന് അങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടാവല്ലോ നമ്മൾ ഒരു ആക്ടർ എന്ന രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ. അങ്ങനെ മാത്യുവിന് ഏറ്റവും, അതായത് അടുത്ത സീൻ ഇങ്ങനത്തെ ഒരു സീനാട്ടോ എന്ന് പറഞ്ഞാൽ മാത്യു ടെൻഷൻ ആവുന്നത് എന്ത് കേൾക്കുമ്പോഴാ? അല്ല, അങ്ങനെ ടെൻഷൻ ആവാറില്ല. ചെറിയൊരു പേടി എല്ലാ സീൻ ചെയ്യുമ്പോഴും ഉണ്ട്. ആസ് എൻ ആക്ടർ എപ്പോഴും വർക്ക് കാണുമ്പോ ബെറ്റർ ആക്കണം എന്നേ തോന്നാറുള്ളൂ. അതൊന്നും മറ്റേ ഇത് നന്നായിട്ടുണ്ട് ഓക്കെ എന്ന് തോന്നാറില്ല. എപ്പോഴും ഇപ്പൊ എൻ്റെ ഒരു പടം ഞാൻ ഫസ്റ്റ് ഡേ പോയി കാണുമ്പോ ഇത് ശരിയാക്കായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ കോൺസ്റ്റന്റ്ലി അങ്ങനെ മൈൻഡ് റൺ ചെയ്യുന്നത്. അപ്പൊ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. എനിക്കറിയില്ല ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ഫുൾ പടം കണ്ടിട്ട് ഓക്കെ ഇതിൽ ഒന്നും ചെയ്യാനില്ല കൊള്ളാം എന്നൊക്കെ തോന്നും. പക്ഷെ അപ്പോഴും സ്റ്റിൽ ഇതിൽ കുറച്ചും കൂടെ നമുക്ക് ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നുന്നത്. എനിക്കറിയില്ല അങ്ങനത്തെ ഒരു പോയിന്റ് വരുമോ, ആർക്കും തോന്നാറില്ലെന്ന് തോന്നുന്നു. ഒരു പോയിന്റ് ഒക്കെ ഇതിലൊന്നും ചെയ്യാനില്ല. ഒരു സെറ്റ് ഓഫ് യൂത്തന്മാരുടെ പടം വരാനിരിക്കുന്നുണ്ടല്ലോ, ധീരൻ. നല്ല പ്രമോയായിരുന്നു. നല്ല പ്രമോ, അത് തന്നെ ഒരു 2-3 വട്ടം ഞാൻ കണ്ടു. നല്ല രസമുള്ള പ്രമോ ആയിരുന്നു. അത് എന്ത് മൂവി അത്? ഐ മീൻ വാട്ട് കൈൻഡ് ഓഫ് എ മൂവി ഇറ്റ് ഇസ്? ഭയങ്കര ഫൺ പരിപാടിയാണത്. കോമഡി, ഡ്രാമ, ഫൈറ്റ് അത് എല്ലാം ഉണ്ട്. പിന്നെ ഇതുപോലെ ഒത്തിരി സീനിയർ ആക്ടേഴ്സ് ഉണ്ട്, ഭയങ്കര ഓൺസോമ്പിൾ കാസ്റ്റാ. അപ്പൊ അവരായിട്ട് അഭിനയിക്കാനും അവരുടെ സെറ്റില് ഉള്ള എക്സ്പീരിയൻസും എല്ലാം അടിപൊളിയായിരുന്നു. നൈസ് ആയിരുന്നു. എപ്പോഴത്തേക്ക് റിലീസ്? ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല, ഉടനെ ഉണ്ടാകും എന്തായാലും. ഈ വർഷം തന്നെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ. നമ്മള് ലവ്ലിനെ കുറിച്ച് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരുമ്പോൾ തന്നെ ഇത് കാണുന്ന നമുക്ക് ആസ് ഓഡിയൻസ് നമുക്ക് വരുന്ന കുറെ ചോദ്യം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതിൽ ഈച്ച എന്തെങ്കിലും സൂപ്പർ പവർ ഉള്ള ഈച്ചയായിരിക്കുമോ? അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആസ് എ പാർട്ട് ഓഫ് ദി ടീം നിങ്ങളോട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവുമല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ കേട്ട ചോദ്യം എന്തായിരുന്നു? ഈ സിനിമയിൽ ഉണ്ട് എന്ന് അറിയുമ്പോൾ ആൾക്കാർ സംസാരിക്കുന്ന ഈച്ച എന്ന് പറയുമ്പോ സംസാരിക്കുന്ന ഈച്ച, അങ്ങനെ അത് കേൾക്കുമ്പോ എല്ലാരും ഒന്ന് ഞെട്ടും. ഞാൻ ഇതിന്റെ ഒരു
ടീച്ചർ പോലത്തെ ഒരു സാധനം ഉണ്ടായപ്പോൾ ഞാൻ ഇങ്ങനെ കൂട്ടുകാരെ കുറച്ച് മുമ്പ് മഞ്ഞേനൊക്കെ മുമ്പ് ഇങ്ങനെ ഒന്ന് കാണിച്ച അവർ ഫുൾ ഞെട്ടി ഭയങ്കര ഇതെന്താ അത് ഇങ്ങനെ സംസാരിക്കുന്ന ഈച്ച. അപ്പൊ സംസാരിക്കുന്ന ഒരു ഈച്ച എന്നുള്ളൊരു ഫാക്ടറാണ് എല്ലാവരും എനിക്ക് അങ്ങനെ തോന്നിയത്. വാട്ട് ഇസ് ഇറ്റ്? നിങ്ങളോട് ചോദിച്ച ചോദ്യങ്ങള് എന്നോട് ഞാനീ ഉണ്ടോന്നൊക്കെ ചോദിക്കാം. അത് ശരിയാട്ടോ, അത് ആദ്യത്തെ ദിവസം ഞാൻ വിചാരിച്ചിരുന്നു ഇനി അതിന്റെ രണ്ടാം ഭാഗമാണോ അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നത്. നാനി ഉണ്ടോ, സാമന്തി ഉണ്ടോ, പറഞ്ഞ കേരളത്തിലെത്തിയോ, നാനിയുടെ ഗേൾഫ്രണ്ട് ആണോ, അല്ല നാനിയുടെ ആ ക്യാരക്ടറിന്റെ ഗേൾഫ്രണ്ട് ആണോ ഈച്ച, ഈ പകരം വീട്ടാൻ വന്നേക്കുന്നാണോ എന്നൊക്കെ. ഓക്കെ, ഇനി ഫൈനലി വെക്കേഷൻ ടൈമിലാണ് സിനിമ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഫാമിലി മൊത്തം കാണുന്ന സിനിമയാണ്, ബട്ട് സ്റ്റിൽ കുട്ടികൾക്ക് കുറേയും കൂടെ ഇഷ്ടമാവാൻ സാധ്യത, കാരണം ഭയങ്കര കളർഫുൾ ആണ്, കാണാൻ വിഷ്വൽസ് ഭയങ്കര രസമുണ്ട്, 3D ആണ്, ഒരു ഈച്ചയുണ്ട്, നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ കാണാനിരിക്കുന്ന കുട്ടികളോട് ആസ് എ ടീം എന്താണ് പറയാനുള്ളത്? കുട്ടികൾ മാത്രമല്ല കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെടുമായിരിക്കും ഇങ്ങനത്തെ ഒരു പരിപാടിയാകും. പക്ഷെ എല്ലാവർക്കും എക്സൈറ്റ് ചെയ്യുന്ന തരത്തിലുള്ള വിഷ്വൽസ് ഉണ്ട്. ഒരു ഹൈബ്രിഡ് ഫിലിമാണ്, ഇത് ആക്ച്വലി ഒരു ജീവിനെയൊക്കെ വെച്ച് ബേസ് ചെയ്ത് വരുന്നൊരു, എനിക്ക് തോന്നുന്നു മലയാളത്തില് ഓഫാബി ഉണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് മലയാളത്തിൽ ഞാൻ ഈ പടം ഇങ്ങനെ വന്നപ്പോ ഞാൻ റെഫറൻസ് പോയിന്റ് ഒക്കെ വെച്ചത് ഓഫാബി. അപ്പോ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ലവ്ലി ആയിരിക്കും. പിന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള വിഷ്വൽസ് ഉണ്ട്. പിന്നെ ഒരു ഫാന്റസി ജോണറാണ്. രാജമൗലി ടീച്ചർ ഒന്നും അല്ല, നമ്മുടെ ഒരു കുറച്ച് പരദൂഷണമൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒക്കെ ഒരു ഈച്ച, ലോക്കൽ ഒരു ലവ്ലി ഈച്ച ആണ്. അതിനൊരു ലവ്ലി എന്ന് പേരിടുന്നത് അതൊരു സീനാണ് ആക്ച്വലി. പടത്തെ ഈച്ചയ്ക്ക് ഒരു പേരിടുന്ന ഒരു സീനൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഭയങ്കര രാവിലെ ഇഡ്ഡലി സാമ്പാറോട്ടോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു ഈച്ച, എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി അറിഞ്ഞ് എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ അറിഞ്ഞതെല്ലാം കേട്ട് അതാണ്. അതെ, അങ്ങനത്തെ ഒരു കുറെ കാലമായിട്ട് ആരെയും സംസാരിക്കാൻ കിട്ടാനുള്ള പെട്ടെന്ന് ഒരുത്തനെ കിട്ടി, അതാണ് ബേസിക്കലി. അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ്. ഭയങ്കര ഈച്ച ആക്ഷൻ ഒന്നും ചെയ്യുന്നില്ല ഡെഫിനറ്റ്ലി. പക്ഷെ ഇൻസ്പയർഡ് ഫ്രം രാജമൗലി ഈച്ചയാണ്, കാരണം പുള്ളിയാണല്ലോ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈച്ചേനൊക്കെ വെച്ചൊരു പടം ചെയ്യാന്ന് ആലോചിച്ചത്. കാരണമാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു പടം ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബ്ലൂം അങ്ങനെ ആരും ചിന്തിക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ക്യൂട്ട് ഫിലിമാണ്, ബട്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള വിഷ്വൽസ് ഉണ്ട്. ഇപ്പൊ ടീസറിലൊക്കെ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കാണിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനത്തെ ഭയങ്കര കുറെ നല്ല എപ്പിസോഡുകൾ വിഷ്വലി എക്സ്ട്രാവഗന്റ് ആയിട്ടുള്ള ഭയങ്കര എപ്പിസോഡ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ തിയേറ്ററിൽ 3D കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അപ്പൊ ആ രസം അനുഭവിക്കട്ടെ. ഞങ്ങൾക്കും ഇതുപോലെ ഇത്രയും തന്നെ പറയാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.